ഫ്രണ്ട്സ്, ഈ ഭൂരിഭാഗം ആൾക്കാർക്ക് ഈ ഒറ്റപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ ലോൺലിനെസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് അതിഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അതായത് ഒറ്റപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണെന്നുള്ള ഒരു സോഷ്യൽ ബിലീഫ് തന്നെ നമുക്കിടയിലുണ്ട്. സ്ഥിരമായിട്ടുള്ള ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റഡ് ആവുകയുള്ളൂ എന്നുള്ളൊരു തോന്നൽ, അതൊരു മിഥ്യാധാരണയാണ്. ഇനിയിപ്പോ നമ്മുടെ തന്നെ ചിന്തകളെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ നമ്മൾ ഈ ലോൺലിനെസ്സിനെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിനെ അങ്ങേയറ്റം ഭയക്കുന്നവരാണ്. സത്യത്തിൽ ഒന്ന് ഓർത്ത് നോക്കുകയെ, ഈ ഒറ്റപ്പെടലിൽ ഇരുന്നു കൊണ്ടാണ് അല്ലെങ്കിൽ ലോൺലിനെസ്സിൽ ഇരുന്നു കൊണ്ടാണ് ഈ ലോകത്തിലുള്ള സകലമാന അത്ഭുതങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തങ്ങളാകട്ടെ, ഏറ്റവും മികച്ച തിരക്കഥകളോ സിനിമകളോ നോവലുകളോ കഥകളോ എന്ത് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ ലോൺലിനെസ്സിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ ഇരുന്നു കൊണ്ട് ആളുകൾ നേടിയെടുത്തിട്ടുള്ളതാണ്. അത് നമ്മളെ പോലെയുള്ള ചിന്താശേഷിയുള്ള, രണ്ട് കൈകളുള്ള, രണ്ട് കാലുകളുള്ള, നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാൻ കഴിവുള്ളവർ തന്നെയായിരുന്നു അവരും. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഡിഫറൻ്റ് ആയിട്ട് ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല. നമുക്ക് കൊടുത്തിട്ടുള്ള അതേ കഴിവുകൾ തന്നെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളതും. എന്നാൽ അവരത് ലോൺലിനെസ്സിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ ഇരുന്നു കൊണ്ട് ചരിത്രം രചിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സെൽഫ് റിയലൈസേഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, പല വീഡിയോകളിലൂടെയും ബുക്കുകളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഈ സെൽഫ് റിയലൈസേഷൻ നമുക്ക് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ലോൺലിനെസ്സിൽ ഇരുന്നു കൊണ്ടാണെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. അതായത് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? പലപ്പോഴും നമ്മൾ കൈവരിക്കുന്ന റോളുകളെ കുറിച്ചാണ് നമ്മൾ ഈ സെൽഫ് റിയലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കാറുള്ളത്. അതായത് ഞാൻ ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ അമ്മയാണ്, അല്ലെങ്കിൽ പേരന്റ് ആണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, ഭാര്യയാണ്, മകളാണ്, അല്ലെങ്കിൽ പ്രൊഫഷൻ വെച്ചുകൊണ്ട് ടീച്ചറാണ്, ഒരു ഗവേഷകനാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയുവാൻ കഴിയും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞാനൊരു ടീച്ചറാണ്, അതൊരു റോളാണ്. വീട്ടിൽ മക്കളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു പേരന്റ് ആണ്, അതൊരു റോളാണ്, അല്ലേ? ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞാനൊരു അവരൊരു കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ ആണ്. ഓരോരോ റോളുകളാണ് നമ്മൾ അവിടെ കൈവരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുന്നത് സെൽഫ് റിയലൈസേഷൻസിലൂടെയാണ്. ഈ സെൽഫ് റിയലൈസേഷന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് നമ്മളിൽ തന്നെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? റീസെറ്റ് ചെയ്യുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന് ഒരു ക്ലാരിറ്റി കിട്ടും. അതിലൂടെ നമുക്കൊരു നമ്മുടെ ലൈഫിൽ എന്തെന്നില്ലാത്തൊരു പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും. അപ്പോൾ ഈ സെൽഫ് റിഫ്ലക്ഷൻ, ഈ ക്ലാരിറ്റി, ലൈഫിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി, ഇതൊക്കെയാണ് സെൽഫ് റിയലൈസേഷൻ കൊണ്ടും അർത്ഥമാക്കുന്നത്. ഇതെപ്പോഴും നാം നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട്, നാം നമ്മളെ തന്നെ ബഹുമാനിച്ചുകൊണ്ട്, ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രാർത്ഥനാശീലമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരുന്നു കൊണ്ട് നിങ്ങൾ ദൈവവുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കുകയും നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു പ്രാർത്ഥനയുടേതായിട്ടുള്ള ഒരു ഉത്തരത്തിൻ്റെതായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമ്മുടെ ഉള്ളിൽ മന്ത്രിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഈ ദൈവികമായിട്ടുള്ള മന്ത്രണവും നമുക്ക് ലഭിക്കുന്നത് എവിടെ ഇരുന്നു കൊണ്ടാണ്? ഒറ്റപ്പെടലിൽ ഇരുന്നു കൊണ്ടാണ്, അല്ലെങ്കിൽ ലോൺലിനെസ്സിൽ ഇരുന്നു കൊണ്ടാണ് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നത്. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്, ഇന്ന ആൾ നമ്മുടെ ജീവിതത്തിൽ, ഇന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് ഫുൾഫിൽ ആവുകയുള്ളൂ, ഇന്ന വസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചേസിങ് എന്നുള്ളത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പം ചേസിങ് ഒഴിവാക്കണമെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിൽ പോലും എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളാകട്ടെ അല്ലെങ്കിൽ വസ്തുക്കളാകട്ടെ, അതെപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നുള്ള ഒരു പിടിവാശി നമ്മളത് എടുക്കാതിരിക്കുക. കാരണം ഇതൊരു യാത്രയാണ്. ഒരു ബസ് യാത്രയിൽ നമ്മൾ എങ്ങനെയായിരിക്കും? നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ ഉണ്ടാകും. തിങ്ങി നിറഞ്ഞ ഒരു യാത്രയായിരിക്കാം ആ ബസ്സിനുള്ളിൽ സംഭവിക്കുന്നത്, അല്ലേ? പക്ഷേ ഓരോരുത്തരും അവരവരുടെ സ്റ്റോപ്പുകളിൽ എത്തുമ്പോൾ അവർ നമ്മളിൽ നിന്നും ഇറങ്ങി പോവുക തന്നെ ചെയ്യും. ചിലപ്പോൾ അത് താൽക്കാലികമായിട്ടുള്ളൊരു മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ മരണം എന്നുള്ള രീതിയിൽ പെർമനന്റ് ആയിട്ടുള്ളൊരു മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ജീവനോടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ പെർമനന്റ് ആയിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് പോയേക്കാം, എന്തുമാകാം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ എന്താണ് എന്നുള്ളൊരു വലിയൊരു വസ്തുത നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം? സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകണം. അതായത് നമ്മളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അതിൻ്റെ ഒരു 100%-ൽ ഒരു 90% പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ തന്നെ ഒന്ന് എടുത്ത് നോക്കിക്കേ, അതിലൊരു 90% കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ട് ഒരു വിവരവുമില്ല. വെറും 10% ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ എന്നും സ്ഥിരമായിട്ട് അതിൽ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.
എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ നമ്മളുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ അതിന്റെ 100% ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. 90% കഴിവുകളും ഇന്നും നമ്മളിൽ നിന്നും അല്ലെങ്കിൽ 90% ശക്തിയും നമ്മളിൽ നിന്നും ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഒന്ന് ആസ്വദിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആരംഭിക്കുന്നത് ഈ ഒറ്റപ്പെടലിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ് അതുപോലെ തന്നെ സെൽഫ് റിയലൈസേഷൻ ഇതൊക്കെ നല്ല രീതിയിൽ പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ കഴിയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.